നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8086 എന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ പിന്നുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ തന്നെ കുറച്ച് പിന്നുകൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ടെസ്റ്റ് എന്ന ഒരു പിന്നാണ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണ്ട. ഇവിടെ 23-ാം നമ്പർ പിന്ന് ടെസ്റ്റ് ബാർ. എന്തിനാണ് മുകളിൽ ബാർ ഇടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അത് ആക്റ്റീവ് ലോ സിഗ്നലാണ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോജിക് 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ശരിക്കും ആക്റ്റീവ് ആകത്തുള്ളൂ. ഇപ്പോൾ ലോ സിഗ്നൽ വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്നതിനാണ് ആക്റ്റീവ് ലോ എന്ന് പറയുന്നത്. ഇവിടെ ടെസ്റ്റിന് മുകളിലൊരു ബാറുണ്ട്, അതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് ലോ ഡിവൈസാണ്. അപ്പോൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ അവിടെ വെയിറ്റ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്, മൈക്രോ പ്രോസസ്സർ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൂട്ടത്തിലൊരു ഇൻസ്ട്രക്ഷനാണ് വെയിറ്റ് എന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനെ വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 8086 വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. വെയിറ്റ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ വെയിറ്റ് സിഗ്നലിൽ നിന്ന് അത് മാറണമെങ്കിൽ വിൽ റെസ്യൂം, അതായത് അതിൻ്റെ അത് നേരത്തെ എക്സിക്യൂട്ട് ചെയ്തിരുന്നിരുന്ന കാര്യങ്ങൾ അത് തുടർന്ന് ചെയ്യണമെങ്കിൽ ഈ ടെസ്റ്റ് ബാർ എന്ന ആ സിഗ്നലിലേക്ക് ഒരു ലോ സിഗ്നൽ കൊടുക്കണം. ഒരു കുറഞ്ഞ ലോ സിഗ്നൽ, ഒരു ലോജിക് 0 അവിടേക്ക് കൊടുത്താൽ മാത്രമേ അത് ആ വെയിറ്റിൽ നിന്ന് മാറത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. വെയിറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ 8086 വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ മാറണമെങ്കിൽ, അത് റെസ്യൂം ചെയ്യണം, അതായത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ, ആ വെയിറ്റിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവിടെ നമ്മളൊരു സിഗ്നൽ ടെസ്റ്റ് ബാർ എന്ന ആ പിന്നിൽ നമ്മൾ ഒരു ലോ സിഗ്നൽ കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും റെസ്യൂം ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ അത് വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാണത് പിന്നീട് അതിൻ്റെ വെയിറ്റ് മാറി അത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എക്സ്റ്റേണൽ ആക്ടിവിറ്റി. നമുക്കറിയാം 8086 എന്ന് പറഞ്ഞൊരു മൈക്രോ പ്രോസസ്സറാണ്. അതിന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്റ്റേണൽ ഡിവൈസുകളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ആ എക്സ്റ്റേണൽ ഡിവൈസുകൾ പലപ്പോഴും ഈ 8086 എന്ന ആ പ്രോസസ്സറിനേക്കാളും വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അത് രണ്ടിൻ്റെയും പ്രവർത്തനം പക്ഷേ ഒരുപോലെ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. 8086 വളരെ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഡിവൈസ് അത്ര സ്പീഡില്ല, അത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് സിഗ്നൽ ഉപയോഗിക്കുന്നതും പിന്നീട് ടെസ്റ്റ് ബാറിലൂടെ നമ്മൾ ആ വെയിറ്റ് ഇൻസ്ട്രക്ഷനെ ഒഴിവാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ എക്സ്റ്റേണൽ ഡിവൈസും ഈ ഇൻറ്റേർണൽ പ്രോസസ്സറും തമ്മിലുള്ള ഒരു സിങ്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അതിന് താഴെ നമുക്ക് മറ്റൊരു പിന്നും കൂടെ കാണാം. 22-ാമത്തെ പിന്ന്, അത് റെഡിയാണ്. അതും ഏകദേശം ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു അക്നോളജ്മെൻ്റ് ആണ്. അതായത് ഇപ്പം ഒരു എക്സ്റ്റേണൽ ഡിവൈസ്, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസ് എടുക്കുക. അപ്പോൾ ആ ഡിവൈസ് ഈ 8086 രജിസ്റ്ററിലുള്ള ഡേറ്റയെ, അതിൻ്റെ മെമ്മറിയിലുള്ള ഡേറ്റയെ അത് എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് കുറേ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ സമയമെടുക്കുന്ന ആ സമയത്താണ് നമുക്ക് റെഡി സിഗ്നലിന് ആവശ്യമുള്ളത്. അവിടെ നമ്മൾ ആ സമയമെടുത്ത് അത് എല്ലാം കഴിഞ്ഞു, അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് 8086 അറിയിക്കുന്നത് ഈ റെഡി എന്ന സിഗ്നൽ വഴിയാണ്. അപ്പോൾ റെഡി, ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത്, എക്സ്റ്റേണൽ ഡിവൈസ് പറയുവാണ് 8086 ഞങ്ങൾ ചെയ്യേണ്ട ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ പ്രവർത്തനക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന കാര്യം അത് 8086 അറിയിക്കണം. അതിനുവേണ്ടിയാണ് ഈ റെഡി സിഗ്നൽ ഉപയോഗിക്കുന്നത്. അത് ആക്റ്റീവ് ഹൈ ആണ്. കാരണം എന്താണ്? അതിൻ്റെ മുകളിൽ ഒരു ബാറും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആക്റ്റീവ് ഹൈ ആണ്. 1 കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് മറ്റൊരു ഡിവൈസാണ് 8284A. അതൊരു ക്ലോക്ക് ജനറേറ്ററാണ് 8284A. ആ ഒരു ജനറേറ്ററിൻ്റെ സഹായത്താലാണ് ഇവിടെ നമ്മൾ ആ എക്സ്റ്റേണൽ ഡിവൈസ് റെഡിയാകുമ്പോൾ റെഡി എന്ന സിഗ്നൽ കൊടുക്കുന്നത് 8284A എന്ന് പറയുന്ന മറ്റൊരു ഡിവൈസ് വഴിയാണ്. അതൊരു ക്ലോക്ക് ജനറേറ്ററാണ്. ഇനി റീസെറ്റ് പിന്നാണ്. അത് 21-ാമത്തെ നമ്പർ പിന്നാണ്. ഈ മൗസ് പോയിൻ്റർ ഉള്ള ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അവസാനത്തെ റൈറ്റ് സൈഡിൽ ലാസ്റ്റിലുള്ള പിന്ന്
21 അതാണ് റീസെറ്റ് പിന്ന്. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൊസസ്സറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ആക്റ്റീവ് ഹൈ ആണ്, കാരണം മുകളിൽ ബാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോജിക് 1 വന്നു കഴിയുമ്പോൾ അത് ആക്റ്റീവ് ആകുന്നു. ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രസൻ്റ്ലി പ്രൊസസ്സറിനുള്ള കണ്ടീഷനിൽ നിന്നും അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് കണ്ടീഷനിൽ നിന്നും അതിനെ റീസെറ്റ് ചെയ്ത് അതിൻ്റെ ഡിഫോൾട്ട് ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു പിൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ആക്റ്റീവ് ഹൈ സിഗ്നൽ കൊടുത്താൽ മതിയാകും. ഓക്കെ, അടുത്തത് CLK എന്ന് പറഞ്ഞാൽ ക്ലോക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അത് 19 നമ്പർ പിന്നാണ്. അതിന് താഴെയുള്ള 20 നമ്പർ പിന്നെന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ക്ലോക്ക് 19ാമത്തത് ക്ലോക്കാണ്. അവിടെയാണ് നമ്മൾ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്ലോക്ക് കണക്ട് ചെയ്യുന്നത് ആ ഒരു പിന്നിലാണ്. ഈ ഒരു ക്ലോക്ക് അനുസരിച്ചായിരിക്കും, ആ ക്ലോക്കിൻ്റെ പ്രവർത്തനം അനുസരിച്ചായിരിക്കും പ്രൊസസ്സറിൻ്റെ ഓപ്പറേഷനുകളും ബസ് കൺട്രോൾ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് അതൊരു ഒരു സ്ക്വയർ വേവ് ആണ് നമ്മളിവിടെ ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അതൊരു അസിമെട്രിക് സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ക്വയർ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും സ്ക്വയറാണ്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യം രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് വശവും ഒരുപോലെ ആയിരിക്കില്ല. അതിൻ്റെ കാരണം അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്, വിത്ത് 33% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ്. അതായത് ഈ ടി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ക്വയർ വേവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്വയർ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ടി ഓൺ എന്ന് പറയുന്നത്. ടി ഓഫ് എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല ശരിക്കും, അത് 0 ആണ്. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം 0 ആണ്, പിന്നെ വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പിന്നെ വീണ്ടും 0 ആണ്. ഇത് 0യുടെ ഡ്യൂറേഷനാണ് കൂടുതൽ. 0യും ആ 1ഉം, അതായത് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരേ നീളമുള്ളതല്ല, അതിൻ്റെ നീളം കുറവാണ്. അതാണ് ഈ 33 കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 50 ആയിരുന്നെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ ആയേനെ, കാരണം ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. ഇപ്പോൾ ടി ഓൺ എന്ന് പറഞ്ഞാൽ അത് എത്ര ടൈം അത് ഓണായിരുന്നു, ആ സിഗ്നൽ ഓണായിരുന്നു. ടി ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര നേരം അത് ഓഫ്, അതിലൊന്നുമില്ല. അപ്പോൾ ടി ഓഫ് ആണ് കൂടുതൽ, കാരണം ഡിനോമിനേറ്റർ കൂടുതലായതുകൊണ്ടാണ് അവിടെ 33% എന്ന് വന്നത്. അത് രണ്ടും ഒന്നായിരുന്നെങ്കിൽ, അപ്പോൾ മുകളിൽ ടി ഓൺ അതും താഴെയുള്ള ടി ഓഫും ഒരുപോലെ ആണെങ്കിൽ, ടി ഓഫ് പ്ലസ് ടി ഓൺ ആണല്ലോ താഴെ വരുന്നത്, അപ്പോൾ ഒരുപോലെ ആണെങ്കിൽ അത് ഹാഫ് വന്നേനെ. ഹാഫ് വരുമ്പോൾ 50% ഡ്യൂട്ടി സൈക്കിൾ വന്നേനെ. പക്ഷേ 50% അല്ല, 33% ആണ്. അതിനർത്ഥം ഈ സ്ക്വയർ വേവിൻ്റെ സിഗ്നലുള്ള ഭാഗം, 1 എന്ന സിഗ്നലുള്ള ഭാഗം, അതായത് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു 0 സിഗ്നലിന്. അതായത് ഒന്നുമില്ലാത്തത്, ഹാഫ് സൈക്കിളിന് പകരം, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് പകരം അവിടെ ഒന്നുമില്ലാതെ 0യിലൂടെ കടന്നു പോകുന്ന ഒരു സിഗ്നലാണ്. അപ്പോൾ അതാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലോക്ക് സിഗ്നലാണ് നമ്മൾ ഈ 19ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻറ്റാർ എന്ന് പറഞ്ഞ് 18ാം നമ്പർ പിന്നാണ്. ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് എന്നതാണ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ നാമം. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഇൻ്ററപ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് അവിടെ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രൊസസ്സർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും അവസാനത്തെ ക്ലോക്ക് സൈക്കിളിനെയാണ് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആ അവസാനത്തെ ക്ലോക്ക് സൈക്കിളിൽ അറിയാം എന്തെങ്കിലും ഇൻ്ററപ്റ്റുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും ഇൻ്ററപ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ പ്രൊസസ്സർ എൻറ്റേഴ്സ് ദ ഇൻ്ററപ്റ്റ് അക്നോളജ് സൈക്കിൾ, അതായത് ഇൻ്ററപ്റ്റിനെ കണ്ടെത്തി എന്ന തരത്തിലുള്ള സൈക്കിളിലേക്ക് അത് കടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അവസാനത്തെ, അതായത് ഒരു സെറ്റ് ഓഫ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലോക്ക് സൈക്കിൾ അനുസരിച്ചാണ്. അപ്പോൾ ആ ക്ലോക്ക് സൈക്കിളിൻ്റെ കുറേ ഭാഗങ്ങൾ കാണും. അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ക്ലോക്ക് സൈക്കിളിൻ്റെ അവസാന ഭാഗത്താണ് ഇൻ്ററപ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സൂചന കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ സൈക്കിൾ എത്തുമ്പോൾ, അവസാന ഭാഗം എത്തുമ്പോൾ ഇൻ്ററപ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ ഉടനെ പ്രൊസസ്സർ
ഇൻ്ററപ്റ്റ് അക്നോളജ് സൈക്കിളിലേക്ക് കടക്കുന്നു. അതായത് ഇൻ്ററപ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്ന തരത്തിലുള്ള സൈക്കിളിലേക്ക് ഇൻസ്ട്രക്ഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ഇൻ്ററപ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും ആ ഒരു അക്നോളജ്മെൻറ്റ് സൈക്കിളിലേക്ക് കടക്കാൻ വേണ്ടിയുമാണ് ഇൻറ്റാർ എന്ന 18 നമ്പർ പിന്ന് യൂസ് ചെയ്യുന്നത്. അത് ആക്റ്റീവ് ഹൈ ആണ്. അടുത്തത് MN ബാർ MX ബാർ 33ാമത്തെ പിന്നാണ്. അപ്പോൾ അത് നമ്മളതിൻ്റെ ഏത് ഓപ്പറേഷൻ മൈക്രോ പ്രോസസ്സർ ഏത് മോഡ് ഓഫ് ഓപ്പറേഷനിൽ പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 8086-ന് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഒന്ന് മിനിമം മോഡ്, മറ്റൊന്ന് മാക്സിമം മോഡ്. മിനിമം മോഡ് എന്താണെന്ന് നോക്കാം. മിനിമം മോഡ് എന്നാൽ അവിടെ അത് മറ്റൊരു പ്രൊസസ്സറിൻ്റെ കൂടെയും പ്രവർത്തിക്കുന്നില്ല. ഈ 8086 എന്ന പ്രൊസസ്സർ ഒരൊറ്റ പ്രൊസസ്സറായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് മൾട്ടി പ്രൊസസ്സർ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു പ്രൊസസ്സർ മറ്റൊരു പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ കോ പ്രൊസസ്സർ എന്നാണ് പറയുന്നത്. ഇതിന് ഒരു തരത്തിലുള്ള കോ പ്രൊസസ്സറും ഈ മിനിമം മോഡിൽ പ്രവർത്തിക്കുന്നില്ല. ഇതൊരു യൂണി പ്രൊസസ്സറാണ്. അതായത് ഒരൊറ്റ പ്രൊസസ്സർ മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അതേസമയം മാക്സിമം മോഡ് എടുത്താലോ, 8086-ലെ മാക്സിമം മോഡ് അത് ഒരു മൾട്ടി പ്രൊസസ്സറാണ്. അതായത് അത് ഈ ഒരു പ്രൊസസ്സർ മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം വേറെ പ്രൊസസ്സറിനെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഒന്നിലധികം പ്രൊസസ്സറുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം മോഡെന്ന് പറയുന്നത്. മിനിമം മോഡെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൊസസ്സർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിന് മിനിമം മോഡ് അല്ലെങ്കിൽ മാക്സിമം മോഡ് ആക്കുന്നതെന്ന് നോക്കാം. MN ആണ് മിനിമത്തെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ മുകളിൽ ബാറില്ല. അതിനർത്ഥം അവിടെ ലോജിക് 1 അല്ലെങ്കിൽ ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് മിനിമം മോഡിലേക്ക് പോകും. മാക്സിമം മോഡിൽ പോകണമെങ്കിൽ ഇവിടെ MX ബാറാണ്, അതായത് ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ ഒരു ലോ സിഗ്നൽ കൊടുത്താൽ മാത്രമേ അത് ലോയിൽ വർക്ക് ചെയ്യത്തുള്ളൂ, അത് മാക്സിമം മോഡിൽ പ്രവർത്തിക്കത്തുള്ളൂ. DT ബാർ R ബാർ അത് 27ാമത്തെ പിന്നാണ്. അപ്പോൾ അത് ഡേറ്റ ട്രാൻസ്മിറ്റ് റിസീവ് പിന്നാണ്. അത് ഉപയോഗിക്കുന്നത് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യണോ അതോ റിസീവ് ചെയ്യണോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രം ദ പ്രൊസസ്സർ ടു കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ഫ്ലോ ത്രൂ ദ ഡേറ്റ ട്രാൻസീവേഴ്സ്. ഡേറ്റ ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കൂടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ട്രാൻസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയെ ഇതിൽ നിന്നും ഈ ഒരു പ്രൊസസ്സറിൽ നിന്നും വെളിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണോ അതോ അതിൻ്റെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പിന്നാണ്. ഇപ്പോൾ DT ഇവിടെ ലോജിക് 1 അല്ലെങ്കിൽ ഹൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് 8086. ഇവിടെ ലോ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റയെ 8086 റിസീവ് ചെയ്യുകയാണ്. അതുപോലെ അടുത്തതാണ് DEN ബാർ 26ാമത്തെ പിന്നാണ്. അത് ഡേറ്റ ഇനേബിളാണ്. ട്രാൻസീവറിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള ഡേറ്റ അതിനെ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിൻ യൂസ് ചെയ്യുന്നത്. അത് ആക്റ്റീവ് ലോ ആണ്. അടുത്ത അഡ്രസ് ലാച്ച് ഇനേബിൾ. ഇത് യൂസ് ചെയ്യുന്നത് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇവിടെ ഡേറ്റ ലൈനും അഡ്രസ് ലൈനും ഇവിടെ മൾട്ടിപ്ലെക്സ് ചെയ്താണ് ഡേറ്റയും അഡ്രസ്സിനെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് വരുന്ന ആ ഡേറ്റയും അഡ്രസ്സിനെയും ഡീമൾട്ടിപ്ലെക്സ് ചെയ്യുക, അതായത് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അതിനെ വേർതിരിച്ചെടുക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള എക്സ്റ്റേണൽ ലാച്ചുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാച്ച് എന്ന് പറയുന്നത്. ലാച്ച് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ഒഴിച്ചുള്ള ബാക്കിയാണ് ലാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാച്ച് ഇവിടെ ഒരു ലാച്ച് കണക്ട് ചെയ്യും ALE എന്ന ഈ 25ാമത്തെ പിന്നിൽ. ആ ലാച്ച് വഴിയാണ് ഈ ഒരു ഡീമൾട്ടിപ്ലെക്സിങ് എന്ന ഓപ്പറേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് 28ാമത്തെ പിന്ന് M ബാർ ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ IO ബാർ. അതായത് ഈ മെമ്മറിയെ ആക്സസ് ചെയ്യാൻ പറ്റും. 8086-ന് വെളിയിലുള്ള ഒരു മെമ്മറിയെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ വെളിയിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ, ഇവിടുന്ന് വെളിയിലേക്ക് 1 ആണെങ്കിൽ അത് മെമ്മറിയാണ് ആക്സസ് ചെയ്യുന്നത്. വെളിയിലോട്ട് പോകുന്നത് 0 ലോജിക് ലോ എന്ന സിഗ്നലാണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റൈറ്റ് ബാർ WR ബാർ എന്ന സിഗ്നലാണ്. അപ്പോൾ ഇവിടെ ലോ സിഗ്നൽ വെളിയിലേക്ക് 8086-ൽ നിന്ന് വെളിയിലേക്ക് വെളിയിലേക്ക് പോകുന്ന സിഗ്നലാണ്
ഇത് ലോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡേറ്റയെ 8086 വെളിയിലുള്ള മെമ്മറിയിലേക്കോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലേക്കോ റൈറ്റ് ചെയ്യുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നൊന്ന് ഇൻഡേ ബാർ, ഇൻ്ററപ്റ്റ് അക്നോളജ്. വെൻ ദ ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ്, പ്രൊസസ്സറിന് ഇൻ്ററപ്റ്റിൻ്റെ ഒരു റിക്വസ്റ്റ് കിട്ടി, അത് സ്വീകരിച്ചു, പ്രൊസസ്സർ അത് സ്വീകരിച്ചു എങ്കിൽ ഇവിടുന്ന് വെളിയിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ ലോ ആയിരിക്കും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനൊരു ഇൻ്ററപ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ ഹൈ ആയിരിക്കും ഉണ്ടാവുക. 31ാമത്തെ പിന്ന് അത് ഹോൾഡാണ്. ഹോൾഡ് അത് ഉപയോഗിക്കുന്നത് ബസ് മാസ്റ്റർ ഇതിൻ്റെ ബസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി അതിന് റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹോൾഡിൽ നടക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് DMA കൺട്രോളറിലാണ്. DMA എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് വഴി നേരിട്ട് ബസ്സിൻ്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ് ഹോൾഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പിന്നാണ് HLDA, അതായത് ഹോൾഡ് അക്നോളജ്. അതായത് ഇങ്ങനൊരു ഹോൾഡ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു അക്നോളജ് കൊടുക്കുക, അതായത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് HLDA യൂസ് ചെയ്യുന്നത്. അത് ആക്റ്റീവ് ഹൈ ആണ്. ദ അക്നോളജ് ഈസ് അസർട്ടൻ ഹൈ വെൻ ദ പ്രൊസസ്സർ അക്സെപ്റ്റ്സ് ഹോൾഡ്. അതായത് ആദ്യം പറഞ്ഞ ഈ ഹോൾഡ് സിഗ്നലിനെ പ്രൊസസ്സർ അക്സെപ്റ്റ് ചെയ്തു, അതായത് ബസ്സിനെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി DMAക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ പ്രൊസസ്സർ സമ്മതിച്ചു എങ്കിൽ HLDAയുടെ സിഗ്നൽ ആക്റ്റീവ് ഹൈ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പിന്നുകൾ എല്ലാം ഒന്നും നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞില്ല. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സ്റ്റാറ്റസ് പിന്നുകളെക്കുറിച്ച്, എന്തിനാണത് ഉപയോഗിക്കുന്നതെന്ന്, നമുക്ക് സ്റ്റാറ്റസ് സിഗ്നൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെയും ചില പിന്നുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് 8086ൻ്റെ ആർക്കിടെക്ചർ പഠിക്കാം. ഓക്കെ, താങ്ക് യു.